ഹലോ ഹായ്. ഹലോ. നമ്മൾ ഇന്ന് നോക്കുന്നത് 2024 തിയേറ്റർ ബോംബുകളെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ 2024 തിയേറ്ററിൽ പൊട്ടിയ 8 നിലയിൽ പൊട്ടിയ മലയാള സിനിമയിലെ പടക്കങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അപ്പോൾ ഈ വർഷം ഏറ്റവും ഉയരത്തിൽ എയറിലായ സത്യഭാമ അമ്മായിയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. ദാമോ, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം മറ്റ് ഇൻഡസ്ട്രികൾ കൂടി വാനോളം പുകത്തിയ ഒരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. എന്താ പറയുക, പ്രേമലു കേരളത്തിന് പുറത്ത് ഹൈദരാബാദ്, ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ പ്രേക്ഷക പ്രശംസ നേടുന്നു. അതുപോലെ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ വളരെയധികം പ്രശംസ നേടുന്നു. പിന്നെ ആവേശത്തിലെ എടാ മോനെ എന്നുള്ള ഡയലോഗ് വളരെയധികം ട്രെൻഡായി മാറുന്നു നോർത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ. പക്ഷേ ഇതിനിടയിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏകദേശം ഈ വർഷം റിലീസായ മലയാള സിനിമകൾ എന്ന് പറയുന്നത് എൻ്റെ ലിസ്റ്റിലുള്ളത് 222ഓളം സിനിമകളാണ്. അത് എൻ്റെ ലിസ്റ്റ് എന്ന് പറയാൻ കാരണം ഫിലിം ചേംബറിന്റെ കണക്ക് ഒന്ന്, അതുപോലെ തന്നെ വിക്കിപീഡിയ പറയുന്നത് മറ്റൊന്ന്. അപ്പോൾ റിലീസായ സിനിമകളുടെ എണ്ണത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും എൻ്റെ ലിസ്റ്റിൽ 222 സിനിമകളുണ്ട്. അതിൽ തിയേറ്ററിൽ 8 നിലയെ പൊട്ടിയ സിനിമകളെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അതിൽ ഓൾ ടൈം ഡിസാസ്റ്റർ, ഫ്ലോപ്പ് എന്ന കണക്കിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓൾ ടൈം ഡിസാസ്റ്ററിൽ ഞാൻ പ്രഥമ സ്ഥാനം കൊടുക്കുന്ന ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത ദിലീപേട്ടൻ ഓഞ്ഞ വിഗും വെച്ച് വന്ന് ഓഞ്ഞ രീതിയിൽ പൊട്ടിപ്പോയ തങ്കമണി ഗൈസ്. സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 30 കോടിയായിരുന്നു. പക്ഷേ സിനിമ ടോട്ടലി കളക്ട് ചെയ്തത് ഏകദേശം 5 കോടിക്ക് അടുത്ത് മാത്രമേ കളക്ട് ചെയ്തുള്ളൂ. വലിയ നഷ്ടം വന്ന സിനിമ. തങ്കമണി കൊലയുമായി ബന്ധപ്പെട്ട് വന്ന ഒരു സിനിമയായിരുന്നു. പക്ഷേ ഒരുപാട് ഇമോഷൻസ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ ഇമോഷൻ ഒന്നും തിയേറ്ററിൽ വർക്കായില്ല. 8 നിലയിൽ പൊട്ടിയ സിനിമ തങ്കമണി. ആൻഡ് ഓൾ ടൈം ഡിസാസ്റ്ററിൽ ഞാൻ 2ാം സ്ഥാനത്ത് കൊടുക്കുന്ന സിനിമ ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്ത് ടൊവിനോ, സൗബിൻ എന്നിവർ ചേർന്ന് അഭിനയിച്ച സിനിമ നടിഗർ ഗെയ്സ്. അഭിനയം പഠിപ്പിക്കാനായിട്ട് സൗബിൻ വരുന്നു, വലിയ താരമായിട്ട് ടൊവിനോ വരുന്നു. പക്ഷേ ടൊവിനോ മസിലും പഠിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. സൗബിൻ്റെ ഊള കോമഡി ഒരു രീതിയിലും പ്രേക്ഷകനെ കണക്റ്റ് ആക്കാവുന്ന കഴിയുന്ന ഒരു പരിപാടിയും സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല. 8 നിലയിൽ പൊട്ടി എന്ന് മാത്രമല്ല, 40 കോടിയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ് എങ്കിൽ വേൾഡ് വൈഡ് ഒരു 6-7 കോടിക്കടുത്ത് മാത്രമേ സിനിമ കളക്ട് ചെയ്തുള്ളൂ. 3ാം സ്ഥാനം ഞാൻ പറയുന്നത് മലൈക്കോട്ടെ വാലിബനാണ്. ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു നഷ്ടം കൂടുതൽ സംഭവിച്ചത് മലൈക്കോട്ടെ വാലിബനാണ്. പക്ഷെ ഞാൻ 3ാം സ്ഥാനം കൊടുക്കാനുള്ള കാരണം ആ സിനിമ പേഴ്സണലി എനിക്ക് കുറേയൊക്കെ കണക്റ്റായി എന്നുള്ളതാണ്. ആ സിനിമയിൽ കുറച്ച് എന്താ പറയുക, കുറച്ച് നാടോടി നൃത്തവും അങ്ങനത്തെ കുറച്ച് ലെങ്ത്തും കുറച്ച് പാട്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമ കുറച്ചുകൂടി ഒരു ഇന്റർനാഷണൽ ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു സിനിമയുടെ പരാജയത്തിന് വലിയൊരു രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പക്ഷേ ഗൈസ് പൊട്ടിപ്പോയി ഗൈസ്. ആൻഡ് 4ാം സ്ഥാനം രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത സുരേഷിന്റെയും സുമനേന്ദ്രയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല, എങ്ങനെ നമ്മളെ പടം ഇങ്ങനെ പൊട്ടിപ്പോയത്. ഒരു കാസ്റ്റോട് കൂടി വന്ന ഒരു സിനിമയൊന്നുമല്ല, വലിയ സ്റ്റാർഡം ഉള്ള ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ വലിയ പ്രൊമോഷനോട് കൂടി വന്ന ഒരു സിനിമയാണ്. എന്നാ താൻ കേസ് കൊടു എന്ന് പറയുന്ന സിനിമയിലെ 2 കഥാപാത്രങ്ങൾ എടുത്തിട്ട് ചെയ്തൊരു സിനിമ 8 നിലയിൽ പൊട്ടി ഗൈസ്. ഓൾ ടൈം ഡിസാസ്റ്റർ. അടുത്ത ഡിസാസ്റ്റർ മൂവീസിലോട്ട് കിടക്കുമ്പോൾ അതിലേറ്റവും കൂട്ടത്തിൽ കൊമ്പൻ നിവിൻ പോളിയുടെയും ധ്യാൻ ശ്രീനിവാസന്റെയും ഏറ്റവും വലിയ പടക്കം മലയാളി ഫ്രം ഇന്ത്യ. ഡിജോ ജോസ് ആന്റണി ജനഗണമനയ്ക്ക് ശേഷം ഡയറക്ട് ചെയ്ത സിനിമ. അതുകൊണ്ട് തന്നെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും സിനിമ വരുന്നത്. പക്ഷേ 8 നിലയിൽ പൊട്ടി ഗൈസ്. ധ്യാൻ ശ്രീനിവാസന്റെയും നിവിൻ പോളിയുടെയും കോമഡിയൊക്കെ അസ്ഥാനത്തായിരുന്നു. ചള്ളി കോമഡി. നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ മെഗലോമാനിയാക്സ് ആ ബാധചൂടം കളിയാക്കും. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്ന പാർട്ടികളെ. ആൻഡ് കൂട്ടത്തിലെ മറ്റൊരു കൊമ്പൻ ബാഡ് ബോയ്സ്. ഒമർ ലുലു സംവിധാനം ചെയ്ത് നമ്മുടെ പഴയകാല നടൻ റഹ്മാൻ, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, ബാബു ആന്റണി തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമ. ഒമർക്കൊക്കെ പോലും അറിയില്ല ഗെയ്സ് അയാൾ എന്തിനാണ് സിനിമ എടുക്കുന്നത്. അമ്മാതിരി കൂതറ സിനിമകൾ പടച്ചുവിടുന്ന ഒരു ഡയറക്ടറാണ് സാറേ. ഞാൻ എൻ്റെ ബ്രില്യൻസ് മുഴുവൻ ആ പടത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൂട്ടത്തിലെ അടുത്ത കൊമ്പൻ രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്ത് ഉണ്ണിമൂന്തൻ നായകനായ ജയ് ഗണേഷ്.
ഏകദേശം 12 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ വെറും 4 കോടി മാത്രമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് അവസാനം കളക്ട് ചെയ്ത് പിന്മാറിയത്. അടുത്തത് ഗർ. സുരാജും കുഞ്ചാക്കോ ബോബനും നായകന്മാരായി JK സംവിധാനം ചെയ്ത സിനിമ. ഒരു കാഴ്ച ബംഗ്ലാവിൽ അകപ്പെടുന്ന ഒരാളുടെ, അകപ്പെടുന്നതല്ല, വെള്ളമൊടിച്ച് ചെന്ന് വീഴുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ സിനിമ പ്രേക്ഷകന് അതിൽ കാണിക്കുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സിനിമ പ്രേക്ഷകനെ ഇമോഷണലി കണക്ട് ആക്കിയില്ല. സിനിമ 8 നിലയിൽ പൊട്ടി. അങ്ങനെ പൊട്ടിയ പടം നോക്കുമ്പോൾ സുരാജിൻ്റെയും കുഞ്ചാക്കോവിൻ്റെയും ലിസ്റ്റ് മുകളിൽ തന്നെയാണ്. അതിലേക്കൊക്കെ നാം വരാം. ആൻഡ് ഇടിയൻ ചന്തു. ഇടിയൻ ചന്തു ചതഞ്ഞ ചന്തുവായി മാറി. ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായി വന്ന സിനിമ. പീറ്റർ ഹെയിൻ്റെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രമോഷനായിട്ട് വന്ന സിനിമ. പക്ഷേ പീറ്റർ ഹെയിൻ്റെ മീഷോ വേർഷൻ, നമ്മൾ കളിയാക്കി പറയില്ലേ, മീഷോ വേർഷൻ ആയിരുന്നു സത്യത്തിൽ സിനിമയിൽ കണ്ടത്. ഒരു രീതിയിലും വർക്കാവാത്ത സിനിമ 8 നിലയിൽ പൊട്ടി. ആൻഡ് കൂട്ടത്തിൽ പടക്കങ്ങളുടെ രാജാവായിട്ടുള്ള ഷൈൻ ടോം ചാക്കോയെ നായകനാക്കി കമൽ ഡയറക്ട് ചെയ്ത സിനിമ വിവേകാനന്ദൻ വൈറലാണ്. ആസിക, ഗ്രേസ് ആന്റണി പോലെയുള്ള ആക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 8 നിലയിൽ വട്ടത്തിലും നീളത്തിലും മൂഞ്ചി ഗൈസ്. 8 നിലയിൽ പൊട്ടി. എങ്ങനെയുണ്ട് പെർഫോമൻസ്? എല്ലാം ഉള്ളിൽ വെച്ച് സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിരിക്കും? ഒരു ദിവസം പൊട്ടി. ആൻഡ് ഇതാ വരുന്നു ഗൈസ് ദിലീപേട്ടന്റെ അടുത്ത പടക്കം, പവി കെയർടേക്കർ. വിനീത് കുമാർ ഡയറക്ട് ചെയ്ത് ദിലീപേട്ടൻ നായകനായ കുറെ അധികം നായികമാരായിട്ട് വന്ന് തിയേറ്ററിൽ 8 നിലയിൽ പൊട്ടിച്ച സിനിമ. പ്രേക്ഷകന് പഴയ രീതിയിൽ വർക്കാവുന്നില്ല. ദിലീപേട്ടൻ്റെ തമാശകൾ പച്ചക്കറിയുമായിട്ട് വരുമ്പോൾ ഉരുണ്ടടിച്ച് വീഴുന്ന തമാശയുടെയൊക്കെ കാലം ഔട്ട്ഡേറ്റഡ് ആയെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരേ ഒരു നടൻ ദിലീപേട്ടനായിരിക്കും. അജിത്ത് മാമ്പള്ളി സംവിധാനം ചെയ്ത് സോഫിയ പോളിന്റെ പ്രൊഡക്ഷനിലൊക്കെ വന്ന നന്നായി നോക്കി കണ്ട ഒരു സിനിമയായിരുന്നു ആന്റണി വർഗീസ് പെപ്പെ നായകനായ സിനിമ ഒണ്ടൽ. അങ്ങനെ 8 നിലയിൽ പൊട്ടി. അജ്ബി ഷെട്ടി സിനിമയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. റിയാസ് ഷെരീഫ് സംവിധാനം ചെയ്ത് ബിജു മേനോൻ നായകനായ തുണ്ട്. ആൻഡ് സഞ്ജിത് ചന്ദ്രശേഖരൻ ഡയറക്ട് ചെയ്ത് വീണ്ടും പടക്കങ്ങളുടെ രാജകുമാരനായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ തന്നെ സണ്ണി വെയിനൊക്കെ അഭിനയിച്ച ത്രയം. 3 മൂലക്കും 8 നിലയിൽ പൊട്ടിയ ഒരു രീതിയിലും വർക്കാവാത്ത ഒരു സിനിമ. കാട്ടപരാധ സിനിമയായിരുന്നു. അത് എടുത്തു പറയണം. ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൊമ്പൻ, അപരാധങ്ങളിൽ കൊമ്പൻ ത്രയമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അമ്മാതിരൊരു ഉച്ചാളി സിനിമ. പടക്കങ്ങളുടെ രാജകുമാരൻ ധ്യാൻ ശ്രീനിവാസൻ വീണ്ടും 8 നിലയിൽ പൊട്ടിച്ച സിനിമ കുടുംബശ്രീയും കുഞ്ഞാടും. ഏറ്റവും കൂടുതൽ പടക്കം പൊട്ടിച്ചത് ധ്യാൻ ശ്രീനിവാസനാണ്. മഹേഷ് പി ആണ് സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അത് 8 നിലയിൽ പൊട്ടി. വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത് വീണ്ടും ബിജു മേനോൻ വന്ന് പൊട്ടിച്ച സിനിമ കഥ ഇന്നുവരെ. ആൻഡ് വീണ്ടും ബിജു മേനോനും സുരാജും കൂടി വന്ന് 8 നിലയിൽ പൊട്ടിച്ച സിനിമ നടന്ന സംഭവം. വിഷ്ണു നാരായണൻ ഡയറക്ട് ചെയ്ത സിനിമ 8 നിലയിൽ തിയേറ്ററിൽ പൊട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2024 അവസാന കാലഘട്ടത്തിൽ വന്ന ലുക്മാൻ, സണ്ണി വെയിൻ തുടങ്ങിയവർ നായകനായിട്ട് അഭിനയിച്ച ടർക്കിഷ് തർക്കം, അത് 8 നിലയിൽ പൊട്ടി എന്ന് മാത്രമല്ല, ഇവര് ഒരു പുതിയ പരിപാടിയായിട്ട് ഇറങ്ങി. മതവുമായി ബന്ധപ്പെട്ട് ഒരു ഇരവാദം മുഴക്കി വിവാദം ഉണ്ടാക്കിയിട്ട് തിയേറ്ററിൽ നിന്ന് ഒഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് പ്രമോഷനൊക്കെ കിട്ടി. രണ്ടാമത് തിയേറ്ററിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തായി പോയി. 8 നിലയിൽ പൊട്ടി. തിയേറ്ററിൽ നിന്ന് കളം വിട്ടു. പിന്നെ തിയേറ്റർ കണ്ടിട്ടില്ല. പിന്നെ ലെവൽ ക്രോസ് എന്ന് പറയുന്ന ആസിഫലിയുടെ സിനിമ. ആസിഫലിയുടെ ഒരു ഫ്ലോപ്പ് ഉള്ളത് ലെവൽ ക്രോസ് മാത്രമാണ്. പ്രേക്ഷക പ്രശംസയെ കിട്ടി. പക്ഷേ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടാനായില്ല. മറ്റൊരു സിനിമ ഖൽബ് ഡിസാസ്റ്ററിലായിട്ട് പെടുത്തേണ്ടി വരും. സാജിദ് യാഹിയ ഡയറക്ട് ചെയ്ത സിനിമ. ഇപ്പോൾ OTT വന്നിട്ട് ഭയങ്കര ആനയാണ് ചേനയാണെന്നൊക്കെ പറയുന്ന പോലെയൊന്നുമില്ല സിനിമ. ഭയങ്കര ക്രഞ്ചിഷ് കുമാറായിരുന്നു സിനിമ. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രണയമാണ് സംസാരിക്കുന്നത്. പ്രണയം എപ്പോഴും ഭയങ്കരമാണ്. പക്ഷേ ഇതൊരു മാതിരി ക്രഞ്ച് പരിപാടിക്ക് എടുത്ത് വെച്ചിട്ട് OTT എന്തോ മലമറിച്ചെന്നാണ് പറയുന്നത്. 8 നിലയിൽ പൊട്ടി. ഇനി ഫ്ലോപ്പായിട്ടുള്ള സിനിമകളെ കുറിച്ചാണ്. അതിനകത്ത് കുറേയൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് മുഴുവനായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയതുകൊണ്ട് മാത്രം പറയുന്നതാണ് ആട്ടം ഈ വർഷത്തെ ഏറ്റവും ഗംഭീര സിനിമയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു ശ്രീഭക്ഷ സിനിമ. എന്താ പറയുക, ഈ വർഷത്തിൽ ജനുവരിയിൽ ആദ്യം റിലീസായ സിനിമയായിരുന്നു ആട്ടം. ഗംഭീര തുടക്കമായിരുന്നു. നാഷണൽ അവാർഡ് വരെ കിട്ടിയ സിനിമ. പക്ഷേ ബോക്സ് ഓഫീസിൽ നോക്കുമ്പോൾ പരാജയമായിരുന്നു. പിന്നെ അന്വേഷിപ്പിൻ കണ്ടതാണ്. കുറേ പേർക്ക് വർക്കായി, കുറേ പേർക്കൊന്നും വർക്കായില്ല. പിന്നെ ഈ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ARM ഒഴിച്ച് നിർത്തിയാൽ ബാക്കി എല്ലാ സിനിമകളും പൊട്ടിയിട്ടുണ്ട്. പിന്നെ അഞ്ചക്കള്ള കോക്കൻ, ഉല്ലാസ് ചെമ്പൻ ഡയറക്ട് ചെയ്ത സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ത്രെഡ് ഉൾപ്പെടെ അതിൻ്റെ എല്ലാ മേക്കിംഗ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. പക്ഷേ
തിയേറ്ററിൽ വർക്കായില്ല. പിന്നെ ഗിരീഷ് ഷേഡി ടീമിന്റെ അയാം കാതലൻ, പ്രേമലുവിന്റെ ഗംഭീര വിജയത്തിന് ശേഷം നസ്ലിനെ വെച്ച് ചെയ്ത സിനിമ ഒരു ആവറേജ് പരിപാടിയൊക്കെ ആയിട്ട് എനിക്കും ഫീൽ ചെയ്തു. പക്ഷേ തിയേറ്ററിൽ പരാജയമായി പോയി. പിന്നെ അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയ മുഹമ്മദ് മുസ്തഫ ഡയറക്ട് ചെയ്ത സിനിമ, സുരാജ് നായകനായിട്ട് വന്ന മുറ എന്ന് പറയുന്ന സിനിമ, മുറയ്ക്കും ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടായിരുന്നു. പക്ഷേ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പാണ്. ആനന്ദ് ശ്രീബാല, വിഷ്ണുവിനെ ഡയറക്ട് ചെയ്ത് അർജുൻ അശോകൻ, അതുപോലെ തന്നെ പഴയകാല നടി സംഗീതയും വന്ന ഒരു സിനിമ. കൂട്ടത്തിൽ തിയേറ്ററിൽ വർക്കാവാത്തതും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഒരു സിനിമയാണ് ഗു. അനു രാധാകൃഷ്ണൻ ഡയറക്ട് ചെയ്ത് മണിയമ്പിള്ള രാജു പ്രൊഡ്യൂസ് ചെയ്ത, മണിയമ്പിള്ള രാജുവിന്റെ മകൻ ഇതിനകത്ത് കയറി അഭിനയിച്ചതുമായിട്ടുള്ള ഒരു സിനിമ. കോമഡി പീസ് പ്രേതമായിരുന്നു. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഒരു മലങ്കൾട്ട് പരിപാടി, പേടിപ്പിക്കാൻ ചെന്നിട്ട് എനിക്ക് അടുത്ത് വെച്ചിരിക്കുന്ന കോലത്തിലായിട്ടൊക്കെ പ്രേതത്തെ ഓടിച്ചു കയറ്റുന്ന ഒരു പുതിയ ടെക്നോളജി ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അടുത്ത ഫ്ലോപ്പുകളുടെ ലിസ്റ്റൊക്കെ ഞാൻ കുറച്ച് സ്പീഡിൽ പറയാണ്. LLB, ശ്രീനാഥ് ബാസി, അതുപോലെ തന്നെ വൈശാഖ് നായരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്ന സിനിമ LLB. പിന്നെ മാരിവില്ലിൻ ഗോപുരങ്ങൾ, കോക്ക് റിവ്യൂ ഇട്ടിട്ട് അത് റിമൂവ് ചെയ്യേണ്ടി വന്ന ഒരു സിനിമയാണ്. പിന്നെ നാദിർഷ ഡയറക്ട് ചെയ്ത് പൊട്ടിച്ച ഒരു കിടിലൻ്റെ ഒരു പടമുണ്ട്, വൺസ് അപ്പോൺ എ ടൈം. അർജുൻ അശോകൻ, ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ വന്ന സിനിമ 8 നിലയിൽ പൊട്ടി. ലിറ്റിൽ ഹാർട്സ്, ഷൈൻ നിഗം, അതുപോലെ തന്നെ മഹിമ നമ്പ്യാർ വന്ന സിനിമ 8 നിലയിൽ പൊട്ടി. മറ്റൊരു സിനിമ രതീഷ് ശേഖർ ഡയറക്ട് ചെയ്ത് അനൂപ് മേനോൻ നായകനായി വന്ന ചെക്ക്മേറ്റ്, അതും 8 നിലയിൽ പൊട്ടി. പിന്നെ താനാര, വീണ്ടും ഷൈൻ ടോം ചാക്കോ, താനാര എന്ന് പറയുന്ന സിനിമ, അതുതന്നെയാണ് പ്രേക്ഷകരും ചോദിച്ചത്, താനാര. പടക്കങ്ങളുടെ ഒന്നാമത്തെ രാജകുമാരൻ വീണ്ടും വന്ന് പൊട്ടിച്ച സിനിമ സീക്രട്ട്, അതും 8 നിലയിൽ പൊട്ടി. വീണ്ടും ജാൻ ശ്രീനിവാസന്റെ അടുത്ത പടക്കം സ്വർഗത്തിലെ കട്ടുറുമ്പ്. ഞാൻ ഈ ജാൻ ശ്രീനിവാസന്റെ വളരെ ചുരുക്കം സിനിമകളെ ഈ വർഷം തിയേറ്ററിൽ കണ്ടിട്ടുള്ളൂ. 8 നിലയിൽ പൊട്ടിയ സിനിമകളാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 200ഓളം സിനിമകൾ തിയേറ്ററിൽ 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാ സിനിമയും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നതുകൊണ്ട് മാത്രം നമ്മൾ ഈ വീഡിയോ ചുരുക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഓൾ ടൈം ഡിസാസ്റ്റർ ഫ്ലോപ്പ് സിനിമകൾ മാത്രം നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഏതായാലും അടുത്ത വർഷം 2025 ലൈനപ്പ് നോക്കുമ്പോൾ നല്ല ഗംഭീര ലൈനപ്പാണ് മലയാള സിനിമയുടേത്. അപ്പോൾ മികച്ച വിജയങ്ങളുള്ള സിനിമകൾ 2025 ഉണ്ടാവട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.